പ്രതിപക്ഷ നേതാവ് രാഹുൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ. രാഹുൽ നടത്തിയ വിദേശയാത്രയിലടക്കം ദുരൂഹതയുണ്ട്. CJPയുടെ സമരം രാഹുൽ ഏറ്റെടുത്തത് തന്നെ വിദേശയാത്ര കഴിഞ്ഞെത്തിയ ശേഷമാണെന്നും സദാനന്ദൻ മാസ്റ്റർ ജനം TVയോട് പറഞ്ഞു. നമസ്കാരം. രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്ററാണ് ജനം TVക്കൊപ്പം ചേരുന്നത്. ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പോൾ ജന്തർ മന്ദറിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു സമരം നടക്കുകയാണ്. ആ സമരത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് 20-ാം തീയതി അവരൊരു പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിക്കുകയും അത് വലിയ അക്രമത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഡൽഹി പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ വലിയൊരു അക്രമ സംഭവത്തിലേക്ക് നീങ്ങാതെ ആ സമരക്കാരെ പ്രതിരോധിക്കുന്നതിന് സഹായമാവുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു സമരത്തെ കാണുന്നത്? ഇക്കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നണിയിൽ അണിയറയിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കാണ്. ഒന്നാമത്തെ കാര്യം, മൺസൂൺ സെഷൻ തുടങ്ങുന്ന ദിവസം 20-ാം തീയതി താങ്കൾ സൂചിപ്പിച്ചതുപോലെ 20-ാം തീയതി പാർലമെൻറ്റ് മാർച്ച് അവർ പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് ജന്തർ മന്ദറിൽ അവർ നടത്തിയ സമരം ശുഷ്കമായിരുന്നു. ഈ പാർലമെൻറ്റ് മാർച്ച് എന്ന നിലക്ക് അവർ പ്രഖ്യാപിച്ച സമരമുറ അത് വേണ്ട രീതിയിൽ യേശുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണോ, അതോ ഈ സമരമാർഗത്തിൽ നമ്മളെവിടെയും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ, എന്താണെന്നറിയില്ല. അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ നാടകം എന്ന് തന്നെയാണ് പറയുക. കാരണം നമ്മൾ സാധാരണ നിലക്ക് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കാണുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലുള്ള വസതിയിലേക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ, അനുമതി തേടാതെ, ആരെയും അറിയിക്കാതെ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട MP-മാരെ പോലും അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷമാണ്, വരണമെന്ന് പറഞ്ഞ് MP-മാരെ ക്ഷണിക്കുന്നു. അവർ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്നു, പിറന്നാൾ ആശംസ നേരാൻ എത്തുന്നു. അവരോട് ഇനി നമ്മൾ മാർച്ച് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരം കുട്ടിക്കളി പോലെ, ഒരു ഗൗരവമില്ലാത്ത തരത്തിൽ, ഒരു പക്ഷേ ഗൗരവമില്ലാത്തതെന്ന് നമുക്ക് പറയാമെങ്കിലും അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ ഇതിനെ കാണണം എന്നുകൂടി പറയേണ്ടി വരും. ആ നിലയ്ക്കുള്ള പരിപാടി ഇന്നലെ നടത്തുന്നു. രാജ്യ തലസ്ഥാനമാകെ ഒരു യുദ്ധക്കളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. പാർലമെൻറ്റ് മാർച്ചിനെ തുടർന്ന് വ്യാപകമായ അക്രമങ്ങളാണ് അരങ്ങേറിയത്. രാജ്യതലസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം, അതും പ്രതിപക്ഷ നേതാവിൻ്റെ പങ്കാളിത്തത്തോടുകൂടി അരങ്ങേറി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം? അത് പ്രധാനമായും ഇപ്പോൾ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹം ചിന്തിക്കുന്നത്, കഴിഞ്ഞ 20-21 ദിവസം, 3 ആഴ്ചക്കാലം നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം വന്ന ഉടനെ ഇങ്ങനെയൊരു സമരമാർഗത്തിലേക്ക് അദ്ദേഹം എടുത്തറിയപ്പെടുന്നു. അതിനു മുമ്പ് ഈ CJP എന്ന സംഘടന ആഹ്വാനം ചെയ്ത സമരത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത ആളാണ്. ഈ സമരത്തിന് ആധാരമായ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത ആളാണ്. ഇങ്ങനെയൊരു നീറ്റ് പരീക്ഷയിൽ ചോദ്യക്കടലാസിൽ ചോർച്ചയുണ്ടായി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഏറ്റവും ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്ത സർക്കാരാണ് ദേശീയ സർക്കാർ. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് കരുതുന്ന ആളുകളെ, നിരവധി പേരെ ഉടനെ തന്നെ CBI അന്വേഷണം വരുന്നു. അന്വേഷണം വ്യാപകമായ തോതിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ച സംഭവിച്ചത് രാജസ്ഥാനിലാണ്. പക്ഷേ രാജ്യവ്യാപകമായ തരത്തിൽ അതിൻ്റെ ശൃംഖല എവിടെയൊക്കെ ഉണ്ട് എന്നന്വേഷിക്കാൻ തന്നെയാണ് CBIയെ ഏൽപ്പിക്കുന്നത്. CBI പലരെയും അറസ്റ്റ് ചെയ്യുന്നു, ട്യൂഷൻ സെൻ്ററുകൾ കേന്ദ്രീകരിച്ച്. ഈ സമയത്തൊന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തില്ല. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഇന്നലെ അപ്രതീക്ഷിതമായി, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ പെട്ടെന്ന് ആക്രാമിക സ്വഭാവം കൈവരിക്കുന്നു, സമരമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതൊരു അരാജകത്വത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ. ഇതിന് സമാനമായി നമ്മൾ കണ്ടത് എവിടെയാണ്? മാസങ്ങൾക്ക്
ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ പാർലമെൻറ്റിനടുത്ത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് ചുറ്റും തീയിട്ട സംഭവം പോലും ഉണ്ടായി. ഒരുപക്ഷെ അത്തരമൊരു സംഭവം സ്വപ്നം കണ്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവത്തെ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാനൊക്കെ വേണ്ടിയായിരിക്കാം അദ്ദേഹം ഇന്നലെ നടത്തിയ നാടകം എന്ന് ന്യായമായി സംശയിക്കുകയാണ്. അതൊക്കെ കൊണ്ടാണ് പറയുന്നത്, ഇത് രാജ്യത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ, സുരക്ഷിതത്വ ബോധത്തിന് ഇടിച്ചിലുണ്ടാക്കിയെടുക്കാൻ, മറ്റാളുകളിൽ തെറ്റായ സന്ദേശം നൽകി അവരെ ദുർബോധനപ്പെടുത്തി അവരെ രാജ്യവിരുദ്ധരാക്കി തീർക്കാനുള്ള ഗൂഢമായ പദ്ധതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഗൂഢപദ്ധതി അത് രാജ്യതലസ്ഥാനത്ത്, പ്രത്യേകിച്ച് രാജ്യത്താകെ അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആസൂത്രിത നീക്കമെന്ന ഗുരുതരമായ ആരോപണമാണ് രാജ്യസഭാംഗം സദാനന്ദ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ അമൽ വടകരയ്ക്കൊപ്പം ആദർശ് TS. കൂടുതൽ വിവരങ്ങളുമായി ആദർശ് ശരിയാണ്. ആദർശ്, ഇവിടെ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നത് നിലപാട് കൃത്യമായി തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സദാനന്ദൻ മാസ്റ്റർ MP വിശദീകരിച്ചത്? KP കൃത്യമായിട്ട് തന്നെ MP ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടങ്ങിയ സമയത്തൊക്കെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല. രാഹുൽ അപ്പോഴൊക്കെ വിദേശ പര്യടനത്തിലാകുന്നു. അദ്ദേഹം മറ്റ് ചില കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. അങ്ങനെയുള്ള രാഹുൽ പൊടുന്നനെ ഈ വിദേശത്ത് നിന്ന് എത്തുകയും വലിയ ഒരു സമരം നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ഈ സമരവുമായി എത്തുന്നു. അതും കോൺഗ്രസ് പാർട്ടിയുടെ MPമാരിൽ പോലും പലരും ആ സമരത്തെക്കുറിച്ച് അറിയുന്നില്ല. എല്ലാ കോൺഗ്രസ് MPമാരും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിനായി എത്തിച്ചേരണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. ആ പിറന്നാൾ ആഘോഷത്തിനായിട്ട് എത്തുന്ന MPമാരെയും ആയിട്ടാണ് ഈ രാഹുൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്നത്. ആ ഒരു വാക്ക് തന്നെ അത് പറയുന്നുണ്ട്. കാരണം ഒരു കുട്ടികളെ പോലെ, അതുമല്ലെങ്കിൽ ഗൗരവം എന്ന് പറയുന്നത് ഇല്ലാതെ ഒരു സമരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കടക്കുന്നു. എന്നാൽ ഏറ്റവും കൃത്യമായിട്ട് തന്നെ വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് എന്നുള്ള കാര്യവും MP ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ ഇതിനെല്ലാം ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. കാരണം വിദേശത്ത് പോയ പ്രതിപക്ഷ നേതാവ്, നമുക്കറിയാം നേരത്തെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രതിപക്ഷ നേതാവ് എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോഴൊന്നും കോൺഗ്രസ് അതിനോട് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണമൊന്നും നടത്താൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നു. പൊടുന്നനെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സമരം, ഒരു കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ഒരു ആളില്ലാ സമരം, ആ ഒരു സമരത്തെ പിന്തുണയ്ക്കുവാനുള്ള തീരുമാനത്തിലേക്കും ആ സമരത്തെ ഏറ്റെടുക്കുന്നതിനും തയ്യാറായിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലേൽ ഒരു സമര നാടകം നടത്തുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, ബംഗ്ലാദേശിലൊക്കെ നടന്ന പ്രക്ഷോഭത്തിന് സമാനമായി അവിടെ പ്രധാനമന്ത്രിയുടെ വസതി തീവയ്ക്കുന്ന, അതുമല്ലെങ്കിൽ വസതിക്ക് സമീപത്തേക്ക് പ്രക്ഷോഭകാരികൾ എത്തിക്കൊണ്ട് വലിയ അക്രമം അഴിച്ചുവിടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗൂഢപദ്ധതിയാണോ രാഹുലിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് എന്നത് വളരെ ഒരു ഗുരുതരമായ ഒരു സംശയം MPയുടെ ഭാഗത്ത് നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്ത് അരാജകത്വം അഴിച്ചുവിടുന്നതിനുള്ള ശ്രമം അത് കൃത്യമായിട്ട് തന്നെ MP വിശദീകരിക്കുന്നുണ്ട്. പാർലമെൻറ്റ് മാർച്ചോടുകൂടി അത്തരത്തിലുള്ള ശ്രമങ്ങൾ, അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ പോലീസിനെ ആക്രമിക്കുന്നു, വലിയ അക്രമ പദ്ധതി തയ്യാറാക്കുന്നു. എന്നാൽ പോലീസ് ആകട്ടെ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് വലിയ ഈ ഒരു ഗൂഢപദ്ധതിയെ തകർക്കുവാൻ പോലീസിന് കഴിയുകയും ചെയ്യുന്നു. 118 പോലീസുകാർക്ക് പരിക്കേറ്റതടക്കമുള്ള കാര്യങ്ങൾ MP ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഗൂഢപദ്ധതിയോട് കൂടി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. അതിനെ പോലീസ് തടയുന്നു. പിന്നീട് ആ സമരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്തേക്ക് വരുന്നു. അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള ഗൂഢപദ്ധതി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സദാനന്ദ മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഗുരുതരമായ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് മറുപടി പറയേണ്ടത്. സുരേഷ്, ഡൽഹിയിൽ മാതൃശാണ് വിശദാംശങ്ങൾ നൽകിയത്.